കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈശ്വരവചനം നമ്മൾ സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലൂടെയാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പം നമ്മൾ ഉറങ്ങി ഉണർന്ന് എഴുന്നേൽക്കുന്ന പോലും എന്താണ്? ഈശോയുടെ വലിയ താങ്ങൽ കൊണ്ടാണ്, കൃപ കൊണ്ടാണെന്നാണ്. അത് ശരിക്കും അതെ, നമ്മൾ കേൾക്കാറുണ്ട്, ഉറങ്ങിയിട്ട് ഉറക്കം എണീറ്റില്ല, മരണപ്പെട്ടു. അപ്പം എന്താണ്? ഒരു ശ്വാസം നമ്മൾ ആ ഉറങ്ങി എണീക്കുന്നത് പോലും, അല്ലെങ്കിൽ നമ്മളൊരു ശ്വാസം എടുത്തത് പുറത്തേക്ക് വിടുന്ന പോലും ഓരോ നിമിഷവും ഈശോയുടെ എന്താണ് വലിയ താങ്ങലും കരുണയും ദാനവും കൃപയുമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മളെന്താണ്, അതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈശോയുടെ താങ്ങലിനെ ഓർത്ത് എപ്പോഴും ഈശോയ്ക്ക് എന്ത് പറയണം? നന്ദി പറയണം. അപ്പം നമ്മളെ കരുതുന്നവൻ, നമ്മൾ പറയത്തില്ലേ, ഞാൻ അങ്ങനെ ആയി പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ വണ്ടി എനിക്ക് കയ്യിൽ നിന്ന് പോയി, എനിക്ക് ഇന്നത് പറ്റേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വീണപ്പോൾ അങ്ങനെ പറ്റേണ്ടതായിരുന്നു, പക്ഷേ ഈ താങ്ങലായിരുന്നു, വലിയ കരുതലായിരുന്നു. അപ്പോൾ അതാണ് ഈശോയുടെ വലിയ താങ്ങലും കരുതലും കൂടെ ഉള്ളതുകൊണ്ടാണെന്ത് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഈശോയുടെ കൃപയാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുന്നത്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അതെ, നമ്മുടെ ഈശോ നമ്മുടെ താങ്ങും കരുതും, നമ്മളെ എവിടെ നിന്ന് നമ്മളെ കരം പിടിക്കും, നമ്മളെ വലിയ കരുതൽ തരും. അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ താങ്ങലും കരുതലും കൃപയും ആവശ്യമാണ്. അതുകൂടാതെ ഞങ്ങൾക്കൊന്നും സാധിക്കത്തില്ലപ്പാ. ഞങ്ങളെ നിൻ്റെ കൃപ കൊണ്ട് നിറച്ച് ഞങ്ങളെ താങ്ങി ഞങ്ങളെ നടത്തണമേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.